മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവനെ തൻ തിരുപാലനം നൽകി. സ്വന്തം ഛായയിൽ മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവന് തൻ തിരുപാലനം നൽകി. കാവലാളായി കൂടെ വസിക്കണേ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ നിത്യം കാത്തിടണേ. കാവലാളായി കൂടെ വസിക്കണേ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ നിത്യം കാത്തിടണേ. സ്വന്തം ഛായയിൽ മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവന് തൻ തിരുപാലനം നൽകി. തിരുവചനം വീട്ടിലെ വെൺവിളക്ക്, തിരുചിത്തം വീട്ടിലെ പ്രിയലക്ഷ്യം. തിരുവചനം വീട്ടിലെ വെൺവിളക്ക്, തിരുചിത്തം വീട്ടിലെ പ്രിയലക്ഷ്യം. ഒരുമയിൽ ഞങ്ങളെ കാക്കണേ നാഥ, ഐശ്വര്യമെന്നും നൽകിടണേ. ഒരുമയിൽ ഞങ്ങളെ കാക്കണേ നാഥ, ഐശ്വര്യമെന്നും നൽകിടണേ. സ്വന്തം ഛായയിൽ മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവന് തൻ തിരുപാലനം നൽകി. കാവലാളായി കൂടെ വസിക്കണേ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ നിത്യം കാത്തിടണേ. തിരുബലിയിൽ നിൻമുഖം കാണും ഞങ്ങൾ, തിരുകൃപ നേടാനൊന്നു ചേർന്നു പ്രാർത്ഥിക്കും. തിരുബലിയിൽ നിൻമുഖം കാണും ഞങ്ങൾ, തിരുകൃപ നേടാനൊന്നു ചേർന്ന് പ്രാർത്ഥിക്കും. തിരുകുടുംബം പോൽ ഞങ്ങളുടെ വീടിനെ ഭൂമിനെ സ്വർഗമാക്കിയിടണേ. തിരുകുടുംബം പോൽ ഞങ്ങളുടെ വീടിനെ ഭൂമിനെ സ്വർഗമാക്കിയിടണേ. സ്വന്തം ഛായയിൽ മനുജനെ മെനഞ്ഞ ദൈവം കുടുംബമായി വാഴാനവനെ തൻ തിരുപാലനം നൽകി. കാവലാളായി കൂടെ വസിക്കണേ നാഥ, ഞങ്ങളുടെ കുടുംബത്തെ നിത്യം കാത്തിടണേ. ഞങ്ങളുടെ കുടുംബത്തെ നിത്യം കാത്തിടണേ.
ദിവസം ഈ ദേവാലയത്തിൽ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തോമസിൻ്റെയും സ്റ്റീച്ചയുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളിലെയും സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും അവർക്ക് വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. കാവെന്ന് ഭാര്യ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വ്യക്തിയാണ് ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് നൽകുന്നതിന് തയ്യാറായി തീരണം. ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. അതിനുള്ള ഒരു പുതിയ തീരുമാനമാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മത്തിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രദ്ധിച്ചേൽക്കുക. നിർജനത്തെയും പ്രതിയോഗത്തെയും നീ മറന്നു കളയുക. അദ്ദേഹം നിന്റെ നാഥനാകുന്നു. അദ്ദേഹത്തെ വന്ദിക്കുക. അവളുടെ മേലങ്കി പൊന്നു പതിഞ്ഞതാകുന്ന ഞങ്ങളെ കർത്താവായിരുമേ, അങ്ങയുടെ പ്രയോജനം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സ്ഥിരപരമായ ഹൃദയത്തോട് വാങ്ങി ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ എനിക്ക് വെക്കുന്നത് ആരും നടക്കുകയില്ല. അവൻ ജീവന്റെ പ്രകാശം ലഭിക്കുക. എന്തുകൊണ്ടെന്നാൽ അവനോട് സ്ഥിതി ഏൽപ്പിക്കണമെന്നും ആത്മാവിഷ്ഠിക്കുന്നതിനുമാകുന്നു. ഭാര്യമാരെ, നമ്മുടെ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുവാൻ. മിശിഹ സഭയുടെ ശിരസും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു. അതിനാൽ തിരുസഭ മിശിഹയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ശരീരത്തെ എന്ന വണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹ തന്റെ സഭയെ എന്ന പോലെ ഓരോരുത്തരും അതിനെ തീറ്റിപ്പോറ്റുന്നു. നാം മിശിഹയുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ.
സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷമത്തായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പരീക്ഷന്മാരെത്തിയെന്ന് യേശു പരീക്ഷിക്കുവാനായി പ്രകാരം ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പരിത്യജിക്കാൻ പാടുണ്ട്? അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ആ സമ്മതം ഏറ്റുപറയുന്ന അവസരമാണിത്. അതിലെല്ലാവർക്കും സംബന്ധിക്കുന്നതിന് താല്പര്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വധുവരന്മാരും സാക്ഷികളും മാതാപിതാക്കളും മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ഇരിക്കാവുന്നതാണ്. തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഷീജയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ഷീജ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? ഇതിന് സാക്ഷികളായിരിക്കണം. നിങ്ങൾ സാക്ഷികളാണല്ലോ. പരസ്പരം വലതുകരം പുറത്തുപിടിക്കുക. അബ്രാഹത്തിൻ്റെ സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നിങ്ങളോട് ഇവിടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വിഭാഗത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഇതാലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിൽ ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപരം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ, ഇടയാകട്ടെ. കുടുംബത്തിൽ
സൗഖ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗന്ധം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട തീരുമാനം നേടുവാനും ഇവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥനായ ദൈവം തന്റെ കൃപാസനത്താൽ നമ്മുടെ പാവങ്ങളുടെ കര കഴുകിക്കളയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനം നൽകിക്കൊണ്ട് അരുൾ ചെയ്ത ഏത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർ നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഏത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്ത
പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ നിനക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ബന്ധിതരായിരിക്കുന്ന ഈ വധൂവരന്മാർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദാസരും അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെ സംസ്കാരത്തിന്റെ വിധാനത്തിന്റെയും അഗ്നിയോപത്തിനും പരിശുദ്ധവും ജീവിതായകന്റെയുമായ രഹസ്യത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അഗ്രമയും വിസ്മയാവത്തെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവേശിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായും ദൈവമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാലത്തും ജനോട് തോന്നണമേ. കർത്താവേ, ഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവിതായും ദൈവമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാലം ഞങ്ങളെ അടുപ്പിക്കുന്നു. രക്ഷ പ്രാപിക്കും, സത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവർക്കും സമ്പൂർണ്ണമാകട്ടെ. സൃഷ്ടിക്കുകയും ജീവിത സഹിയെ നൽകി സൃഷ്ടികന്മതിൽ
അവനെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. അബ്രാഹത്തെയും സാറായവരുടെ സന്താനങ്ങളെ അനുഗ്രഹിച്ച ദൈവം ആരോഗ്യവും ദീർഘായുസം നൽകി നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും സഫലമാകട്ടെ. ആവശ്യം നേരെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾ പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വർദ്ധിച്ചു വരട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഇന്നത്തെ തിരുക്കരമയിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കാരണമേ സ്വസ്തി. നിന്നെ അനുസരിച്ചുവാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളും കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പരവേ, ആരാധിക്കുന്നു പരവേ. നന്മയുടെ ഭണ്ഡാരവുമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് നിന്റെ മഹാമഹത്വത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. എന്നറിയാത്ത കാരുണ്യത്തെ യേശുവെന്നു വിളിക്കാം. ഏതിലും മീതയാം നൽ സ്നേഹത്തെ യെരൂശലേം നാഥനിൽ കാണാം. എത്ര എന്നറിയാത്ത കാരുണ്യത്തെ യേശുവെന്നു വിളിക്കാം.
കനിവുമല്ലേ, കണ്ണീരകറ്റുന്ന സുഹൃതമല്ലേ, കഥനങ്ങളാറ്റുന്ന കനിവുമല്ലേ, കൈപിടിച്ചെന്നെ കൂടെ നടത്തുന്ന കരൾ കവിയും വാത്സല്യമല്ലേ, അവൻ കരകളതില്ലാത്ത ശാന്തിയല്ലേ, എത്രയെന്നറിയാത്ത കാരുണ്യത്തെ യേശുവെന്നു വിളിക്കാം. ഏതിലും മീതയാമൽ സ്നേഹത്തെ യെരൂശലേം നാഥനിൽ കാണാം. സൂര്യനെ വെല്ലും പ്രകാശമല്ലേ, സത്യത്തിനാധാരശിലയുമല്ലേ, സൂര്യനെ വെല്ലും പ്രകാശമല്ലേ, സത്യത്തിനാധാരശിലയുമല്ലേ, സഹനത്തിൻ മാതൃകയായെന്നുമെന്നിലെ സർവദോഷവും നീക്കിയില്ലേ, അവൻ സാന്ത്വനമായെന്നിലൊഴുകിയില്ലേ, എത്രയെന്നറിയാത്ത കാരുണ്യത്തെ യേശുവെന്നു വിളിക്കാം. ഏതിലും മീതയാമൽ സ്നേഹത്തെ യെരൂശലേം നാഥനിൽ കാണാം. എത്രയെന്നറിയാത്ത കാരുണ്യത്തെ യേശുവെന്നു വിളിക്കാം. അനുഗ്രഹമായി വസിച്ചിടണേ, കനിയണേ കാരുണ്യമേ, കൃപയെന്നും ചൊരിയണമേ, അകതാരിൽ അനുഗ്രഹമായി വസിച്ചിടണേ. അഞ്ജലി കൂപ്പുന്നു ഞാൻ, അഭയം നീ എന്നുമമ്മേ, അകതാരിൽ അനുഗ്രഹമായി വസിച്ചിടണേ.
വസിച്ചിടണേ. അകതാരിൽ അനുഗ്രഹമായി വസിച്ചിടണേ. കനിയണേ കാരുണ്യമേ, കൃപയെന്നും ചൊരിയണമേ. അകതാരിൽ അനുഗ്രഹമായി വസിച്ചിടണേ. അഞ്ജലി കൂപ്പുന്നു ഞാൻ, അഭയം നീ എന്നും അമ്മേ. അകതാരിൽ അനുഗ്രഹമായി വസിച്ചിടണേ.